സ്കൂളുകളിൽ സൂംബ ഡാൻസ് ഉൾപ്പെടുത്താനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിഷയത്തിൽ ഏത് സംഘടനയുമായും ചർച്ചയ്ക്ക് തയ്യാറാണ്. കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചേതൻ സാജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. അസിത, ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. പ്രധാനമായും സൂംബ ഡാൻസ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി സംസാരിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. എതിർപ്പ് ഉന്നയിക്കുന്ന സംഘടനകളുമായി ചർച്ച നടത്തുവാൻ സർക്കാർ സന്നദ്ധമാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥികളോട് പോലും ഈ അല്പവസ്ത്രം ധരിച്ച് വിദ്യാലയങ്ങളിൽ എത്താൻ ആരും തന്നെ പറഞ്ഞിട്ടില്ല. വെറുതെ ഈ വിഷയം ചില മതസംഘടനകൾ വിവാദമാക്കുകയാണ്. ഈ ഹൃദ്രോഗങ്ങൾ, അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം, ജീവിതശൈലി രോഗങ്ങൾ ഇവ തടയുന്നതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിൽ കായിക വിനോദങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരളം പോലുള്ള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും വളർത്താൻ സഹായിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഇന്ന് CPM ജനറൽ സെക്രട്ടറിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ MA ബേബി മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് മതത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ അഭിപ്രായം പറയാം, പക്ഷേ മതം വിദ്യാഭ്യാസ മേഖലയെ ആജ്ഞാപിക്കാൻ പുറപ്പെടുവിക്കരുത് എന്നാണ് പ്രധാനമായും MA ബേബി ഇന്ന് എടുത്തു പറഞ്ഞത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണം. അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നത്. സംസ്കാര സമ്പന്നമായ ആധുനികമായൊരു സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ്. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇവയാണ്. എതിർപ്പുന്നയിക്കുന്ന സംഘടനകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു കുട്ടിക്ക് സൂംബ ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശാരീരികമായോ മറ്റു കാരണങ്ങളായോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട സ്കൂളിനെ അറിയിച്ച് ഇതിൽ നിന്ന് മാറി നിൽക്കാം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുവാനാണ് തീരുമാനം. അസിത.